കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സിനിമാ താരം ഇന്ദ്രജിത്തിൻ്റെ മകൾ പ്രാർത്ഥനയെക്കുറിച്ച് കുറേ ഗോസിപ്പുകൾ വന്നു. അതിനെക്കുറിച്ച് പ്രാർത്ഥനയുടെ വല്യമ്മയായ നടി മല്ലിക ചേച്ചി കുറേ കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. ആ കുട്ടി ലണ്ടനിൽ എന്തോ മ്യൂസിക്കോ എന്തോ പഠിക്കാൻ വേണ്ടിയിട്ട് പോയേക്കുകയാണ്. പോയപ്പോൾ മുതൽ കുട്ടിയുടെ വേഷം അതിനെക്കുറിച്ചാണ് ഇങ്ങനെ സംസാരത്തിനിട വന്നിരിക്കുന്നത്. കുട്ടിയുടെ ഡ്രസ്സ് വളരെ മോശമാണെന്നും എന്നുള്ള കമൻറ്റുകൾ കേട്ടപ്പോഴത്തേക്കിന് മുത്തശ്ശിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കൊച്ചുമകളാണല്ലോ, മകൻ്റെ മകളാണ്. അപ്പോൾ പിന്നെ ന്യായീകരിക്കാതിരിക്കാൻ പറ്റിയല്ലോ. നടി പറഞ്ഞിരിക്കുന്നത് കുട്ടി ലണ്ടനിൽ പോയി പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഡ്രസ്സ് അങ്ങനെയൊക്കെയാണ്. അതിനിപ്പോൾ എന്താ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കത്തില്ലേ എന്നാണ്. ലണ്ടനിൽ പോകുമ്പോൾ അവിടുത്തെ സംസ്കാരത്തിന് യോജിച്ച ഡ്രസ്സായിരിക്കാം, പക്ഷെ നമ്മുടെ കേരളത്തിലെ സംസ്കാരത്തിന് പറ്റിയ ഡ്രസ്സായിട്ട് നമുക്ക് തോന്നുന്നില്ല അത്. അവിടെ പോയിട്ട് വന്നപ്പം അവിടുത്തെ വേഷം എന്താണോ അതേ രീതി തന്നെ ഇവിടെ വന്ന് അനുകരിക്കുമ്പോൾ അത് ആളുകൾക്ക് അത്ര അംഗീകരിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒരു സാധാ നാട്ടിൻപുറത്തുകാരാണ്. അവരുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ ഒരു 10 പേര് നിൽക്കുന്നിടത്ത് ഈ കുട്ടി പോയാൽ അതിൽ 8 പേരും എന്തായാലും ഇതെന്താ എന്നൊരു രീതിയിൽ തന്നെയായിരിക്കും നോക്കുക. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഉള്ള കുട്ടികളെല്ലാം തന്നെ ലണ്ടന്, കാനഡ, സിംഗപ്പൂർ, അമേരിക്കയൊക്കെ പഠിക്കാൻ പോകും. പക്ഷെ പോയിട്ട് അവർ തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് പോകുന്ന രീതിയിലുള്ള വേഷമായിരിക്കില്ല ഇവിടെ വരുമ്പോഴും. അപ്പോൾ ആളുകൾ കുറ്റം പറയുന്നതിന് ആളുകളെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമുക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റും. പക്ഷെ അത് മറ്റുള്ളവരുടെ മുന്നിൽ കൂടെ പ്രദർശനത്തിനൊരു വസ്തുവായിട്ട് മാറുമ്പോഴാണ് ആളുകൾ പറയുന്നത്. അത് അവരുടെ കുറ്റമല്ല, അത് നമ്മുടെ തന്നെ കുറ്റമാണ്. അല്പത്തരം എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ചില ആളുകളുടെ അല്പത്തരം ഇവിടെ ചുരിദാറും സാരിയും ധാവണിയും ഒക്കെ ഇട്ട് നടന്നിരിക്കുന്ന സാധാരണ നാട്ടിൻപുറത്തെ പെൺകുട്ടികളായിരിക്കും. പക്ഷേ പഠിക്കാനായി പോവുക, അല്ല ജോലിക്കായിട്ട് പുറത്ത് പോവുക, പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പം നമ്മുടെ ഭാഷയുമല്ല, സംസ്കാരവുമല്ല, വേഷവുമല്ല, പെട്ടെന്നൊരു മാറുന്ന ഒരു രീതിയാണ്. പുരുഷന്മാരുടെ മുൻപിൽ പോയി നിന്ന് ഈ രീതിയിലുള്ള വേഷത്തിൽ വന്നു നിന്നാൽ പിന്നെ എങ്ങനെ പീഡനം ഉണ്ടാകാതിരിക്കും? അതിന് പുരുഷന്മാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇപ്പം കൊച്ചുമകളുടെ കാര്യത്തിൽ ഈ മല്ലിക ചേച്ചി ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ മക്കളെ ന്യായീകരിക്കാൻ പറ്റുമല്ലോ, കുറ്റം പറയാൻ പറ്റില്ല. ചില കാര്യങ്ങളിൽ എനിക്ക് മല്ലിക ചേച്ചിയുടെ അഭിപ്രായത്തോട് വലിയ യോജിപ്പ് തന്നെയാണ്. അവർ തന്നെയാണ് താമസിക്കുന്ന ഫ്ലാറ്റിൽ. മക്കളെ യാതൊരു രീതിയിലും ബുദ്ധിമുട്ടിക്കുന്നില്ല. അവർക്ക് അവരുടെ കയ്യിൽ പണമുണ്ട്, അതുകൊണ്ട് ജീവിക്കാൻ പറ്റും. ഇപ്പം മക്കളുടെ സ്വാതന്ത്ര്യത്തിൽ അവരുടെ കുടുംബം മുമ്പോട്ട് പോകാം. അതുപോലെ തന്നെ മല്ലിക ചേച്ചിക്ക് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യത്തിലും പോകാം. വയ്യാതാകുമ്പോൾ മക്കൾ നോക്കിയാൽ മതി, അതൊരു നല്ല കാര്യം തന്നെയാണ്. പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ഈ ഒരു കാര്യത്തിൽ നല്ല യോജിപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ അവർ പറയുന്നുണ്ട്, ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്, എനിക്ക് പ്രാർത്ഥനയുടെ ഒരു തീരുമാനത്തോട് വളരെ ബഹുമാനമാണ് തോന്നിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൾ +2 കഴിഞ്ഞതിന് ശേഷം മ്യൂസിക് പഠിക്കാൻ വേണ്ടി ലണ്ടനിൽ പോവുകയും അതായത് അവൾ തന്നെ തിരഞ്ഞെടുത്ത കോഴ്സാണ്. അത് തന്നെ അപ്പനെയോ അമ്മേനെയോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടിക്കാതെ അവൾ തന്നെയാണ് കോളേജ് വരെയും തിരഞ്ഞെടുത്തേക്കുന്നത് എന്നുള്ളത്. അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടുന്ന ഒരു കാര്യമാണ്. സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള ഒരു ബോധം, കാഴ്ചപ്പാട്, അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് നടത്തുക എന്നുള്ള ഒരു കഴിവ്, അതൊക്കെ നല്ലതാണ്. ഒരു പെൺകുട്ടി എന്ന രീതിയിൽ നല്ല കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വേഷത്തിനോട് പക്ഷേ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല, നമുക്ക് അത്ര വലിയൊരു യോജിപ്പുള്ള ഒരു കാര്യമല്ല. മല്ലിക ചേച്ചി പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ അച്ഛനും അമ്മയ്ക്കും യാതൊരു കുഴപ്പവും ഇല്ല ഇതിൽ, പിന്നെ നിങ്ങൾക്ക് എന്താണ്? നമുക്കൊന്നുമില്ല. പിന്നെ നമ്മുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ നമ്മൾ സാധാ നാട്ടിൻപുറത്തുകാർ, നമുക്കത് അത്ര പെട്ടെന്നൊരു അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല.
അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടായിരിക്കും. ഇതിപ്പം കീറിയ പാൻറ്റും ഷോർട്സും ഒക്കെ ഇട്ട് ലണ്ടനിൽ കൂടെ പോകുമ്പോൾ ആർക്കും ഒന്നും തോന്നുകയില്ല. അത് അവിടുത്തെ വേഷവിധാനമാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ കൂടെ പോകുമ്പോൾ എന്നും പറഞ്ഞ് പർദ്ദയിട്ട് മൂടി പൊതിച്ച് നടക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു മോഡേൺ ഡ്രസ്സ് ഇടുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഒക്കെ കാണിച്ചുള്ള ഡ്രസ്സുകൾ ഇടുമ്പോൾ നമുക്കത് അത്ര വലിയ അംഗീകരിക്കപ്പെടുന്ന കാര്യമല്ല. അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനെക്കുറിച്ച് മല്ലിക ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് കേട്ടു നോക്കാം. ഇട്ടു, കൈയില്ലാത്ത ഉടുപ്പിട്ടു, അങ്ങനെ ഇട്ടു, ഇങ്ങനെ ഇട്ടു, ഷോർട്ട്സ് ഇട്ടു. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ കല്യാണം കഴിഞ്ഞ് ആ കുട്ടിക്ക് 16 വയസ്സായി. ആ പ്രാർത്ഥനയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ നാളെ പൂർണ്ണിമ ഇട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, ഇതൊക്കെ എന്തെങ്കിലും കാര്യം കൊണ്ട് അവിടെ എതിർക്കാൻ അവരുടെ ഇപ്പോൾ ഇന്ദ്രന് എതിർപ്പില്ല, ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് എതിർപ്പില്ല, പിന്നെ ഞാനെന്തോ പറയാനാ? അങ്ങനത്തെ എതിർപ്പുകൾ എന്തിനാ? പൂർണ്ണിമയുടെ പ്രധാന ജോലി എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റെന്താണ് എന്തോന്ന് പാൻറ്റ് കീറിയ പാൻറ്റെന്നോ എന്തോ എനിക്ക് എൻ്റെ പേര് അറിഞ്ഞുകൂടാ, ഇങ്ങനെ കീറിയിരിക്കുന്ന പാൻറ്റ് ഇട്ടു, കൈയില്ലാത്ത ഉടുപ്പിട്ടു, അങ്ങനെ ഇട്ടു, ഇങ്ങനെ ഇട്ടു, ഷോർട്ട്സ് ഇട്ടു. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ